Krishna's color key. Let's talk, let's chat, and let's enjoy. നമസ്കാരം. വീണ്ടും കൃഷ്ണാസ് കുളിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പേ കഴിഞ്ഞ എപ്പിസോഡ് 21 ഒരു ഉത്തരം പറഞ്ഞിട്ട് പോകാം. അപ്പോൾ അതും ഡോക്ടർ ബിജു തന്നെ കൊണ്ടുപോയിരിക്കുകയാണ്. ചോദിച്ചത് 6-ാം തമ്പുരാനിലെ ഹരിമുരളീരവത്തിലെ വരികളായിരുന്നു. അതിൽ ഒന്ന് പ്രണയ സുധാമയ മോഹന ഗാനം. അപ്പോൾ ഒന്ന് സുധാമയം ആൾ എഴുതിയിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടുണ്ട്. അതായത് അമൃതായ സ്നേഹമാകുന്ന അമൃത് എന്നുള്ള പ്രണയ സുധാ മയം തന്നെ നിറഞ്ഞത്. പിന്നെ സുധാമയം എന്ന് പറയുന്ന തന്നെ ഒരു വേർഡ് ഉണ്ട്, കൊട്ടാരം എന്നുള്ളതാണ്. അപ്പം ഇതിൽ കവി ഉദ്ദേശിച്ചിരിക്കുന്നത് ചിലപ്പം അമൃതും മയവുമായിരിക്കണം, നിറഞ്ഞത് അമൃതം നിറഞ്ഞത് എന്ന് തന്നെ ആയിരിക്കണം. കാര്യം പ്രണയ സുധാമയ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സുധാമയമായിരുന്നെങ്കിൽ അത് കൊട്ടാരമയനം. ഓക്കെ, ഞാനൊരു അഡീഷണൽ ഒരു വേർഡും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ ബിജുവിനാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. കൺഗ്രാജുലേഷൻ. കാര്യം മിക്കവാറും എനിക്ക് തോന്നുന്നു ഡോക്ടർ ബിജു മാത്രം അടിച്ചുകൊണ്ട് പോകുന്ന ലക്ഷണമാണ് കാണുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും പങ്കെടുക്കണം ഇതിൽ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല, കാര്യം കഴിഞ്ഞ ഇനിയും ഒരു 3-4 എപ്പിസോഡിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവരും കുത്തിയിരുന്ന് കണ്ടുപിടിക്കുക, അതിൻ്റെ വേർഡ് മീനിങ് കണ്ടുപിടിച്ചതിന് ശേഷം വരണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ, ഹൂ ഈസ് എ ലീഡർ? ആരാണ് ലീഡർ? വേണമെങ്കിൽ വേൾഡ് ലീഡർ എന്ന് ചോദിക്കാം. എന്നെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ വേൾഡിലുള്ള മറ്റുള്ളവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പേരാണ് ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹം തന്നെയാണ് വേൾഡിലെ മികച്ച ലീഡർ എന്ന് ഞാൻ പറയും. കാരണം ഒരുപാട് രാജ്യങ്ങൾ അദ്ദേഹത്തിന് ഓണർ ചെയ്തിരിക്കുന്നു, സിവിലിയൻ അവാർഡ്സ് കൊടുത്ത് ഓണർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചോദ്യം ആക്ച്വലി പാർട്ടി എന്നല്ല, ഇതെന്നാണ്. അതായത് അദ്ദേഹത്തിന് ഇപ്പോൾ ലാസ്റ്റ് ഒരെണ്ണം റിസീവ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഈ അടുത്ത കാലത്ത്. അത് എത്രാമത്തെ സിവിലിയൻ അവാർഡാണ്? നമീബിയ എന്ന രാജ്യത്തിൻ്റെ അവാർഡാണ് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. എത്രാമത്തെ അവാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്? അതാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് എഴുതേണ്ടത്. എനിക്ക് ശ്രീ നരേന്ദ്രമോദിയുടെ പേര് പറയുമ്പം കുറേ പേരുടെ കമൻറ്റ്സ് വരും, ഞാനിപ്പോൾ BJP എന്നൊക്കെ പറഞ്ഞാൽ. എനിക്ക് സീറ്റ് തന്നാൽ ഞാനും വേണേൽ BJP നിൽക്കാൻ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെയല്ല, പാർട്ടി ബേസ്ഡ് അല്ല ഞാൻ പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പലർക്കും പറയാൻ തന്നെ പേടിയാണ്. സ്വന്തം പ്രധാനമന്ത്രിയുടെ പേര് ശ്രീ നരേന്ദ്രമോദി. നമ്മൾ ഇതിനു മുമ്പേ രാജീവ് ഗാന്ധിയുടെ പേര് പറഞ്ഞിട്ടില്ലേ, മൻമോഹൻ സിംഗിൻ്റെ പേര് പറഞ്ഞിട്ടില്ലേ? അപ്പോഴൊന്നും നമുക്കില്ലാത്ത ഭയം എന്തുകൊണ്ട് ശ്രീ നരേന്ദ്രമോദിയുടെ പേര് പറയുമ്പോൾ ഉണ്ടാകുന്നു? അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പക്ഷെ അദ്ദേഹത്തെ പോലെ മികച്ചൊരു അഡ്മിനിസ്ട്രേറ്റർ നമുക്കിനി ഈ നമ്മുടെ രാജ്യത്തിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി വരും കാലത്തിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെ പോലെ മികച്ചൊരു ലീഡർ നമ്മൾ വാർത്തെടുക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട 1-2 കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, ഈ ലോകമൊട്ടാകെ അദ്ദേഹം സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട, ഇന്നിപ്പോൾ അമേരിക്കയിലാണ് പോകുന്നതെങ്കിൽ രാത്രി ഫ്ലൈറ്റിൽ കിടന്നുറങ്ങിയിട്ട് തിരിച്ചു വന്ന് രാവിലെ 7 മണിക്ക്, ഞാനത് ഒരെണ്ണം ശ്രദ്ധിച്ചതാണ്, മോർണിംഗ് 7 o'clock ഒരു മീറ്റിങ്ങിന് ബീഹാറിൽ അറ്റൻഡ് ചെയ്തു എന്നുള്ളത്. എൻ്റെ ദൈവമേ, രാത്രി കിടന്നുറങ്ങി ജെറ്റ് ലാഗ് വരും. നമുക്കിപ്പോൾ ഞാൻ അബുദാബി ടു കേരള ട്രാവൽ ചെയ്താൽ പോലും നമുക്ക് 2-3 ദിവസത്തേക്ക് ജെറ്റ് ലാഗാണ്. കുറേ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ കഴിവതും ഫസ്റ്റ് ഡേ ഒരിടത്തും പോകത്തില്ല, എവിടെയെങ്കിലും കിടന്ന് ചുരുണ്ടുകൂടി കിടന്നുറങ്ങാനാണ് നോക്കുന്നത് നൈറ്റ് മൊത്തം. അപ്പോൾ ഈ നൈറ്റ് ഫ്ലൈറ്റിൽ ഉറങ്ങി ഇദ്ദേഹം അടുത്ത ദിവസം രാവിലെ 7 മണി മുതൽ രാത്രി 11 മണി വരെ കണ്ടിന്യൂസ് ഏകദേശം 18 മണിക്കൂറോളം ജോലി ചെയ്യുന്നൊരു വ്യക്തി. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഒരു ദിവസം വർക്ക് ചെയ്ത് നോക്കൂ, അപ്പോൾ അറിയാം ഒരു 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും പെട്ടി പുറത്ത് കിടക്കും. ഇപ്പം ഞാനൊക്കെ ഒരു മാസം ഇപ്പം വർക്ക് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ 3-4 ദിവസം എവിടെയെങ്കിലും പനി പിടിച്ചെങ്കിലും കിടക്കും. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് നീഡ്സ് എനർജി. ആ എനർജി യൂസ് ചെയ്തു, അത് കഴിഞ്ഞാൽ എനർജി ഡ്രെയിൻഡ് ഔട്ടായി, പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ്. അപ്പോൾ റെസ്റ്റ് കിട്ടിയാലേ അടുത്ത് നമുക്ക് എനർജി ഹൈ പ്രൊഡക്ഷൻ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുപോലെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്. പക്ഷേ ഈ മനുഷ്യൻ 3 to 4 hours മാത്രം ഉറങ്ങിക്കൊണ്ട് 18 മണിക്കൂർ ജോലി ചെയ്ത് നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഹാറ്റ്സ് ഓഫ്. ഇതുപോലെ തന്നെ പോകണം. ഇനിയും ഇതുപോലെ ഉള്ള ലീഡേഴ്സ് നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞാനിത് പറയുമ്പോഴത്തേക്കും ഡൽഹിയിലെ ബ്ലാസ്റ്റിനെ കുറിച്ച് പറഞ്ഞ എല്ലാവരും പറയും നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം തകർന്നു പോയി എന്നുള്ള. അല്ല, നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെക്ക് ചെയ്യണം. വളരെ നല്ല സെക്യൂരിറ്റി സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ജസ്റ്റ് കുറച്ച് പേര്, ആ 5 പേര് പോലും 5-6 പേര് പോലും മരിക്കാൻ പാടില്ല. അതാണ് ഞാൻ പറയുന്നത്. ആരും മരിക്കരുത്, നമ്മുടെ നാട്ടിൽ ആരും മരിക്കരുത്, അങ്ങനെ സംരക്ഷണം കൊണ്ടുവരണം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ഇവർ ശ്രമിക്കുന്നുണ്ടാവും ഈ രാജ്യത്ത്, ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്ത് പ്രക്ഷോഭങ്ങളും ബോംബ് സ്ഫോടനങ്ങളും ഉണ്ടാകാൻ വേണ്ടി എത്രമാത്രം ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ
നടക്കുന്നില്ല. ഇത്രയും കൊല്ലം ഭരിച്ചിട്ട് നടന്നില്ല. ഇപ്പോൾ 1-2 പ്രാവശ്യമായിട്ട് നടക്കുന്നത് പർപ്പസ്ലി സെക്യൂരിറ്റി ഇഷ്യൂസ് എല്ലാം അവർ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും സഹായിക്കാനുണ്ടാകുമ്പോഴല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളെല്ലാം ഒറ്റക്കെട്ടവിടെ നിന്നിട്ട് ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ ഈ പറയുന്ന മറ്റൊരാളെയും സഹായിക്കില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ബോംബ് പൊട്ടും? ഇല്ല. പകരം നമ്മൾ തന്നെ ഒരു കുറച്ച് പൈസയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ നമ്മുടെ രാജ്യത്തിന് ചതിക്കുകയാണ്, മറ്റുള്ളവരോടൊപ്പം നിന്ന്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, സെക്യൂരിറ്റി ഇപ്പം എത്ര നല്ല ആൾക്കാരുണ്ടായാലും ഈ സെക്യൂരിറ്റി ഇഷ്യൂസ് അവർ ക്ലിയർ ചെയ്ത് പുറത്തോട്ട് എങ്ങനെ വരുന്നു, ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ടുവന്ന് പൊട്ടിക്കാനായിട്ട് അവർക്ക് എങ്ങനെ സാധിക്കുന്നു. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ളവർ, ഫ്രണ്ട്സ് എന്ന് പറയുന്നവർ തന്നെയല്ലേ സഹായിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിനെ കാക്കേണ്ട നമ്മുടെ ചുമതലയാണ്. അതിപ്പോൾ ഏത് റിലീജിയൻ ആയിക്കോട്ടെ, ഏത് പാർട്ടിയിലായിക്കോട്ടെ. പക്ഷേ നമ്മുടെ രാജ്യം നമ്മുടെ കയ്യിലാണ്. നമുക്കൊരു രാജ്യമുണ്ട് എന്ന് പറയാൻ തന്നെ കഴിയുന്നത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ മാത്രമാണ്. അല്ലാതെ നമ്മളിപ്പം മറ്റു രാജ്യത്തിന് അടിമയായിക്കൊണ്ട് അവർ പറയുന്ന പോലെ കേട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ചാരപ്പണിയൊക്കെ ചെയ്ത് കൊടുത്ത് പൈസയ്ക്ക് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നാളെ രാജ്യമുണ്ട്. നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ തലമുറയ്ക്ക് ഒരു രാജ്യം ഇല്ലാതായിപ്പോൾ. അതുകൊണ്ട് ഒറ്റക്കെട്ടോടെ നിന്ന് നമ്മുടെ രാജ്യം തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക. ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഇനിയിപ്പോൾ കമൻറ്റ് ബോക്സിൽ കുറേ കമൻറ്റ്സ് വരും. എനിക്ക് വിഷയമല്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഞാൻ എൻ്റെ രാജ്യത്തിനോടൊപ്പമാണ്, ഞാൻ എൻ്റെ പ്രധാനമന്ത്രിയോടൊപ്പമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തിനോടൊപ്പം നിൽക്കുക. എല്ലാവരും ഒറ്റക്കെട്ടോടെ ഒരുമയോടെ നിന്നാൽ മാത്രമേ നമുക്ക് എന്താ പറയുക, ഒരു യുദ്ധമില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കാര്യം നമ്മുടെ നാട്ടിൽ ആരെങ്കിലും സ്പൈ വർക്ക് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്താലാണല്ലോ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഒറ്റക്കെട്ടോടെ നിൽക്കുക. ഇനി ഒരുമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും രാജ്യത്തിന് വേണ്ടി സ്നേഹത്തോടെ സന്തോഷത്തോടെ കൂടെ നിൽക്കുക. ഓക്കെ, ബൈ ബൈ. Krishna's color key. Let's talk, let's chat, and let's enjoy.